കടന്നു വരുവാൻ ദൈവത്തിനായി സ്തോത്രം. आप लोगों का प्रार्थना हमारे लिए बहुत ही अनुग्रह का कारण रहा। നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരിക്കുന്നു. हालेलुया। निरंतर आपकी प्रार्थनाओं में हमें उठाए रखिएगा। വീണ്ടും ഞങ്ങളെ ഓർത്ത് നിരന്തരമായി പ്രാർത്ഥനയിൽ അപേക്ഷിക്കുന്നു. पिछले दिन राजू पास ने कहा कि आज मीटिंग में जुड़ना है, वचन की सेवकाई करना है। परमेश्वर देने वाला हर एक अच्छा अवसर के लिए परमेश्वर को मैं धन्यवाद देता हूँ। കഴിഞ്ഞ ദിവസം രാജു പാസ്റ്റർ പറയുവാനിടയായി ഇന്ന് മീറ്റിംഗിന് ജോയിൻ ചെയ്യണമെന്ന് കർത്താവ് ഒരുക്കുന്ന എല്ലാ അവസരങ്ങൾക്കുമായി സ്തോത്രം. आमीन। परमेश्वर के नाम की महिमा होने पाए। ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. आमीन। कुछ समय हम परमेश्वर के वचनों के और हमारे ध्यान हम लेकर आएंगे। നമ്മുടെ ശ്രദ്ധയെ വചനത്തിലേക്ക് കൊണ്ടുവരാം. आप सब खुश हैं? നിങ്ങൾ എല്ലാവരും സന്തോഷമുള്ളവരാണോ? खुश है आप सब? എല്ലാവർക്കും സന്തോഷമുണ്ടോ? हालेलुया। प्रेज लॉर्ड। हालेलुया। परमेश्वर के नाम की महिमा होने पाए। ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. आमीन। कुछ समय परमेश्वर के वचन की और हमारे ध्यान हम लेकर आएंगे। मत्ती के सुसमाचार उसके 5वें अध्याय उसके 7वें आयत के और 7वें आयत की और हमारे ध्यान हम लेकर आएंगे। മത്തായി സുവിശേഷം 5-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. आमीन। बहुत ही एक सुपरिचित वचन का भाग हमने यहाँ पर पढ़ा है। നമുക്ക് പരിചയമുള്ള ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത്. मत्ती के सुसमाचार 5, 6 और 7 अध्यायों को जब हम पढ़ते हैं, सरमन ऑन द माउंट, बीएटिट्यूड करके हम सुनते हैं, पढ़ते हैं। മത്തായി 5, 6, 7 അധ്യായങ്ങളെ ഗിരിപ്രഭാഷണം എന്ന പേരിലാണ് നമ്മൾ പഠിക്കുന്നത്. पहाड़ी उपदेश करके वहां पर बताया गया है यीशु खुद हमें स्वर्ग के बारे में कहने वाले उस शब्दों को यहाँ पर बताया गया है। അതിനെ ഗിരിപ്രഭാഷണം എന്ന് വിളിക്കുന്നു. യേശു കർത്താവ് തന്നെ തന്റേതായ താൻ പഠിപ്പിച്ച സ്വർഗരാജ്യത്തെ കുറിച്ച് താൻ പഠിപ്പിച്ച ഭാഗങ്ങളാണത്. हालेलुया। परमेश्वर के राज्य के सिटीजन्स किस प्रकार का होना है, किस स्वभाव का होना है, वो यहाँ पर बताया गया है। സ്വർഗരാജ്യത്തിൽ പൗരത്വം ആഗ്രഹിക്കുന്നവർ എങ്ങനെ ജീവിക്കണം എന്നുള്ള വ്യക്തതയായ ഉപദേശമാണ് ഇവിടെ ഉള്ളത്. हमारा लाइफस्टाइल कैसा होना है, हालेलुया, हमारा सोच किस प्रकार होना है, सारी बातें इस 5, 6 और 7 अध्यायों में बताया गया है। നമ്മുടെ ജീവിത ശൈലികൾ എന്തായിരിക്കണം, ഭാവം എങ്ങനെയുള്ളതായിരിക്കണം എന്ന് വ്യക്തമായ ഒരു കാഴ്ചപ്പാടാണ് ഈ 3 അധ്യായങ്ങളിൽ നമുക്ക് ലഭിക്കുന്നത്. There is a kingdom principle, I mean स्वर्ग राज्य का एक प्रिंसिपल है, उसके अनुसार हम जाना बहुत जरूरी है। ദൈവരാജ്യത്തിന് ചില നിയമങ്ങളുണ്ട്, അതിനനുസരിച്ച് നമ്മൾ മുന്നേറണം. I mean समझाने के लिए मैं कुछ बातों को कहने का कोशिश करूंगा। स्पेस शटल जाने के लिए लोग तैयार होते हैं। അതിന് നിങ്ങൾക്ക് മനസ്സിലാകത്തക്കവണ്ണം ചില ഉദാഹരണങ്ങൾ പറഞ്ഞാല് ബഹിരാകാശത്ത് യാത്ര ചെയ്യുന്ന ആളുകൾ അതിനുവേണ്ടി ഒരുങ്ങാറുണ്ട്. उसके लिए आज सुना कल जाएंगे तो बैग पैक करके कल नहीं जा सकते हैं। നാളെ പോകാമെന്ന് പറഞ്ഞ് ഇന്ന് രാത്രി ബാഗ് പാക്ക് ചെയ്ത് നാളെ ബഹിരാകാശത്തേക്ക് പോകാൻ കഴിയത്തില്ല. हमसे कोई कहे कि पास कल हम पिकनिक के लिए जाएंगे, हम तो पूरा तैयारी 1 घंटे में कर देते हैं। हालेलुया। जाने का वो बड़ा आग्रह के साथ हम यात्रा करना शुरू करते हैं। ഇന്ന് നമ്മളോട് ആരെങ്കിലും പറയുകയാണ് നാളെ പിക്നിക്കിന് പോകാമെന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് നമ്മൾ തയ്യാറായി എടുത്ത് ചാടി പോകും. हम कितना भी दूर है दौड़ के आ जाते हैं। എത്ര ദൂരെയാണെങ്കിലും നമ്മൾ വരും. लेकिन ये सैटेलाइट जो स्पेस में यात्रा करने के लिए उसका एक तैयारी काफी सालों से किया जाता है. എന്നാൽ ഇങ്ങനെയുള്ള ബഹിരാകാശ യാത്രകൾക്ക് വേണ്ടിയുള്ള ഒരുക്കം എന്ന് പറയുന്നത് അനേക വർഷങ്ങളുടെ സമയമെടുത്തുള്ള ഒരു ഒരുക്കവും തയ്യാറുമാണ് അവര്. शायद मेरा जितना वजन वाले लोग उधर नहीं जा सकते हैं. എന്നെ പോലെ വണ്ണമുള്ളവർ, അത്രയും വണ്ണമുള്ളവർക്ക് അവിടെ ഒരു പക്ഷേ പോകാൻ കഴിയത്തില്ല. आप पतला है बोलकर आप भी नहीं जा सकते हैं. ഒത്തിരി ക്ഷീണിച്ചവരാ നിങ്ങളെന്ന് പറഞ്ഞ് നിങ്ങളെയും കൊണ്ടുപോകത്തില്ല. हालेलुया। आपका शरीर का वेट और काफी मेजरमेंट्स वहां पर तैयार करना है और आपको उसके लिए ट्रेन किया जाता है। आप चिकन मटन वगैरह खाकर वहां पर जाएंगे बोलेंगे तो नहीं जा सकते हैं। उसके लिए एक स्पेशल डाइट रहता है, स्पेशल एक्सरसाइज रहता है, सब कुछ अलग प्रकार का तैयारी उसके लिए किया जाता है. അവിടെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടേതായ രീതിയിലുള്ള ആഹാരവും ശൈലിയും വണ്ണവും പൊക്കവും ഒന്നും അവർ സമ്മതിക്കത്തില്ല.
അവിടേക്ക് പോകാനായി നിയമപ്രകാരം ചില ഒരുക്കങ്ങൾ നമ്മൾ നടത്തിയേ കഴിയുള്ളൂ. हम लेने वाला ब्रीथ भी कैसा लेना है उसके लिए भी हमें एक्सरसाइज दिया जाता है. അവിടെ പോയാൽ ശ്വാസം എടുക്കുന്നതിന് പോലും ഒരു രീതിയുണ്ട്. हमारा पूरा रवैया वे बदल देते हैं, पूरा स्वभाव वे बदल देता है, क्योंकि वहां जाना है तो उसके अनुसार ट्रेन्ड होना बहुत जरूरी है. അവിടെ പോയി നമ്മൾ ജീവിക്കേണ്ട ഒരു രീതിയുണ്ട്. അതിനനുസരിച്ച് നമ്മളെ പരിശീലിപ്പിച്ചിട്ട് അത് അംഗീകരിച്ചെങ്കിലേ നമ്മൾക്ക് പോകാൻ കഴിയത്തുള്ളൂ. कितना मात्रा में खाना खाना है, कितना मात्रा में पानी पीना है, सब कुछ वहां पर बताया जाता है. എന്ത് കഴിക്കണം എന്ത് കുടിക്കണം എല്ലാം അവിടെ പറയും. I mean, उसके लिए ट्रेनिंग जब किया जाता है तो ही वे अगर उसमें एक्सेलेंट हो गए तो ही वे स्पेस में यात्रा कर सकते हैं. അവരതിൽ നന്നായി വന്നെങ്കിൽ മാത്രമേ അവരെ അങ്ങോട്ട് അയക്കുകയുള്ളൂ. I mean, उसी प्रकार परमेश्वर के राज्य में जाने के लिए कुछ ट्रेनिंग से हम होके जाना बहुत जरूरी है. അതുപോലെ തന്നെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശനം ലഭിക്കുവാൻ നമ്മൾക്ക് ചില രീതികൾക്കൊക്കെ മാറ്റം വരണം. अरे इधर गाली देने वाला उधर नहीं जा सकते, क्योंकि वहां का वातावरण बहुत ही अलग है. ഇവിടെ മോശമായി സംസാരിക്കുന്നവരെ അങ്ങോട്ട് കൊണ്ടുപോകത്തില്ല. അവിടെ അങ്ങനെ ഒരു അന്തരീക്ഷമല്ല. इधर गुस्सा करने वाला या झूठ बोलने वाला या अलग प्रकार के व्यवहारों में हाथ डालने वाले लोगों को वहां पर नहीं जा सकते, क्योंकि किंगडम का रूल्स एंड रेगुलेशंस बहुत ही अलग है. ഇവിടെ കോപിക്കുന്നവരും മോശമായി സംസാരിക്കുന്നവരും പിണങ്ങുന്നവരും കള്ളം പറയുന്നവരും ഒന്നും അങ്ങോട്ട് പോകത്തില്ല. കാരണം അവിടെ അങ്ങനെ ഒരു സാഹചര്യവും അന്തരീക്ഷവും അല്ല ഉള്ളത്. वहां का एटमॉस्फेयर बहुत ही अलग है. उसके लिए हम ट्रेनिंग लेना बहुत जरूरी है. അവിടുത്തെ അന്തരീക്ഷം മറ്റൊന്നാകൊണ്ട് അങ്ങനെയുള്ള ഒരു ശീലം നമ്മൾക്കുണ്ടാകണം. I mean, और वहां पर किस प्रकार के लोग रहते हैं वो एक एक बातें इस 5वें अध्याय का 3रे आयत से जब हम पढ़ते हैं, एक एक स्वभाव मेरा और आपका कैसा होना है बड़े स्पष्ट तौर से वहां पर बताया गया है. സ്വർഗരാജ്യത്തിലുള്ളവരുടെ ജീവിത ശൈലി എങ്ങനെയായിരിക്കണം, നമ്മൾ എങ്ങനെയായി മാറണം എന്ന് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് 3-ാം വാക്യം മുതൽ നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്. 3री आयत में ऐसा लिखा है, जो मन का दीन है, हालेलुया, केवल वे ही स्वर्गराज अवकाश कर सकता है. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. उसका आगे लिखा है कि जो शोक करते हैं वे हालेलुया प्रेस्टोड वहां पर जा सकते हैं. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. हालेलुया. और उसके आगे लिखता है कि जो नम्र है केवल वे ही वहां पर जा सकते हैं. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ I mean, അവകാശം. एक एक करके हम पढ़ने जाएगा तो बहुत है. हालेलुया. आराम से आप बाद में पढ़ लेना, रेफरेंस अभी नोट कर लेना. 5वां 6 और 7 अध्यायों में बहुत ही स्पष्ट तौर से कौन वहां पर जा सकता है वहां पर बताया गया है. 5, 6, 7 അധ്യായങ്ങൾ നന്നായി ഇരുത്തി വായിച്ചാൽ എങ്ങനെയുള്ളവരാണ് അങ്ങോട്ട് പോകുന്നതെന്നൊരു വ്യക്തമായ കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കും. तो हमें ऐसा लगेगा कि पास्टर मैं तो 40 साल से विश्वासी हूँ, उपवास करता हूँ, जो भी देना है सब कुछ देता हूँ, फिर मेरा तो जाना सिटीजनशिप वहां पर तय है करके हम सोच कर बैठ जाते हैं. നമ്മളെല്ലാവരും പറയും, ഞാൻ 10-40 വർഷമായി വിശ്വാസിയാണ്, കൊടുക്കാനുള്ളതെല്ലാം കൊടുക്കുന്നുണ്ട്, ചെയ്യാനുള്ളതെല്ലാം ചെയ്യുന്നുണ്ട്, എനിക്ക് സ്വർഗരാജ്യത്തിലേക്കുള്ള പോക്ക് നിശ്ചയം തന്നെയാണ് എന്ന് നമ്മൾ ഉറപ്പിച്ചു പറയും. और केवल वही नहीं, चर्च का पास्टर के अलावा गेस्ट पास्टर्स को भी हम घर में बुलाते हैं, उनके द्वारा भी प्रार्थना करवाते हैं, तो जरूर हम जाने वाले हैं. സഭയിലെ പാസ്റ്ററെ മാത്രമല്ല, വെളിയിൽ നിന്നുള്ള പാസ്റ്ററേയും വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചിരിക്കുന്ന ഞാൻ എന്തായാലും സ്വർഗത്തിൽ പോകുമെന്ന ഉറപ്പുള്ളവരാണ് നമ്മൾ. पास्टर आके आपके घर में प्रार्थना करने से आप नहीं जाने वाले हैं. പാസ്റ്റർ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചത് കൊണ്ട് നമ്മൾ പോകത്തില്ല. ये गारंटी है, मैं लिख कर देता हूँ, आप भी वो लिख कर रखिएगा. ഞാൻ എഴുതി തരാം, നിങ്ങളും വേണമെങ്കിൽ എഴുതി വെക്കുക. आपका स्वभाव में जब तक परिवर्तन नहीं होता है तब तक आप उधर नहीं जा पाएंगे, क्योंकि यू आर नॉट इम्यून्ड फॉर दैट. वहां के लिए आपका शरीर या आपका स्वभाव इम्यून्ड नहीं हुआ है. അങ്ങനെ ഒരു സ്വഭാവ രൂപാന്തരം നമ്മിൽ വന്നില്ല എങ്കിൽ നമ്മൾ നിശ്ചയമായും സ്വർഗത്തിൽ പോകുമെന്ന് ചിന്തിക്കുക പോലും तो വേണ്ട. मेरा कैरेक्टर में होने वाला फॉर्मेशन के बारे में मसीह यीशु बहुत ही शांत और स्पष्ट तौर से यहाँ पर सिखा रहा है. എന്റെ ജീവിതത്തിൽ വരേണ്ട മാറ്റത്തെ കുറിച്ച് യേശു കർത്താവ് ഇവിടെ പഠിപ്പിക്കുകയാണ്. I mean, यहाँ पर 7वीं आयत को हमने पढ़ा है. 7-ാമത്തെ വാക്യം, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. हालेलुया. जो दया दिखाता है वे भाग्यशाली है, क्योंकि उन्हें करुणा मिलेगा, दया मिलेगा.
കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. हालेलुया। और हम पढ़ेंगे इफिसियों की पत्री उसके दूसरे अध्याय उसके चौथे आयत को हम पढ़ेंगे। इफिसियों की पत्री उसके दूसरे अध्याय उसके 4th वर्स को हम पढ़ेंगे। Ephesians chapter 2 verses 4. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. आमीन। यहाँ पर लिखा गया है गॉड हु इज रिच इन मर्सी, हालेलुया, जो आमीन करुणा दिखाने की बात में बहुत ही धनी है, वो परमेश्वर हमें सिखाता है कि हम भी करुणा दिखाने वाले बनना है। ആ വാക്യത്തിൽ നമ്മൾ വായിച്ചത് നമ്മുടെ ദൈവം കരുണാസമ്പന്നനായി നമ്മെ രക്ഷിച്ചതുപോലെ നമ്മളും കരുണയുള്ളവരായിരിക്കണം. हमारा परमेश्वर थोड़ा थोड़ा दया दिखाने वाला नहीं है, बल्कि ही इज रिच इन मर्सी। आई मीन दया और करुणा दिखाने के विषय में बहुत ही धनी परमेश्वर है करके हम यहाँ पर पढ़ रहे हैं। നമ്മുടെ ദൈവം അല്പസ്വല്പം കരുണ മാത്രം കാണിക്കുന്ന ഒരു ദൈവമല്ല. നമ്മുടെ ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ കരുണാ സമ്പന്നനായ ദൈവം എന്നാണ്. हालेलुया। हम संसार में देखने वाले सारे बातें उसके द्वारा ही सृष्टि किया गया है। वो सारे बातों के ऊपर अधिकार रखने वाला परमेश्वर है, लेकिन उसी परमेश्वर के बारे में यहां पर कहा जा रहा है कि वो करुणा दिखाने में ധനി പരമേശ്വർ है। സകലത്തെയും സൃഷ്ടിച്ച സകലത്തിന്റെയും ഉടയവനായ ദൈവത്തിന് സകലത്തിന്മേലും അധികാരമുള്ളവനായിരിക്കെ തന്നെ അതേ ദൈവത്തെ കുറിച്ച് ഇവിടെ വായിക്കുകയാണ്, അവൻ കരുണയാൽ നിറഞ്ഞ ദൈവമാണ്. इट इज द नेचर ऑफ गॉड, परमेश्वर का स्वभाव है और हमारा भी स्वभाव वो होने के लिए यीशु हमसे कह रहा है। അത് ദൈവിക സ്വഭാവമാണ്, അത് നമ്മളും കാണിക്കണമെന്ന് ദൈവം നമ്മോട് ഉപദേശിക്കുന്നു. जब तक मेरा स्वभाव यीशु का स्वभाव जैसा नहीं बनता तब तक मैं उसका हालेलुया प्रेज लॉर्ड इनहेरिटेंस हम कभी भी अवकाशी नहीं हो सकते हैं। ദൈവിക സ്വഭാവം നമ്മിൽ രൂപാന്തരപ്പെടുത്തി എടുക്കാത്തിടത്തോളം നമ്മൾ ദൈവം ആമേൻ വെച്ചിരിക്കുന്ന അവകാശങ്ങളിലേക്ക് നമുക്ക് പ്രവേശിപ്പാൻ കഴിയുകയില്ല. मत्ती के सुसमाचार उसके 18वें अध्याय उसके 21वें आयत 21th वर्सेस से लेकर 35 तक एक घटना को वहां पर देखते हैं। മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 21 മുതൽ 35 21 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു. അപ്പോൾ പത്രോസ് അവന്റെ അടുക്കൽ വന്ന കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട് 7 വട്ടമല്ല 70 വട്ടമെന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. സ്വർഗരാജ്യം തന്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന രാജാവിനോട് സദൃശ്യം. അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടംപെട്ട ഒരുത്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വീട്ടുവാൻ വകയില്ലായകയാൽ അവന്റെ യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു. അതുകൊണ്ട് ആ ദാസൻ വീണവനെ നമസ്കരിച്ചു. യജമാനനെ पूरा घटना को पढ़ने के लिए समय नहीं है। हालेलुया। पत्रोस आकर यीशु से पूछता है कि मैं कितने बार माफ करना है। പത്രോസ് യേശുവിനോട് ചോദിക്കുന്നു, സഹോദരനോട് ഞാൻ എത്ര വട്ടം ക്ഷമിക്കണം? एक बार तो मैंने माफ कर दिया, लेकिन और मेरे से नहीं हो पाएगा बोलने के लिए पत्रोस यीशु से कोशिश कर रहा है। പത്രോസ് ഉദ്ദേശിക്കുന്നത് ഞാൻ ഒരു വട്ടം ക്ഷമിച്ചു, ഇനി പലവട്ടം ക്ഷമിക്കാൻ വലിയ പ്രയാസമുണ്ടെന്നുള്ള ഒരു കാര്യവുമായി വന്നിരിക്കുകയാണ്. यीशु कहता है कि 7 नहीं बल्कि 70 बार भी क्षमा करना है करके कहता है। യേശു പറഞ്ഞു 7 വട്ടം അല്ല 70 വട്ടം ക്ഷമിക്കണം. उसका गिनती भी है, लेकिन वो भी बताने के लिए समय नहीं है। हालेलुया। जितना बार क्षमा करना है क्षमा करना ही है, उसमें कोई ऑप्शन नहीं बचा है। നമ്മൾ ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ ക്ഷമിച്ചിരിക്കണം, അതിനകത്ത് പിന്നെ മറ്റൊരു ഉപായം. हालेलुया। हम एक व्यक्ति से कितना बार हम माफ कर सकते हैं? നമ്മൾ ഒരു വ്യക്തിയോട് എത്ര വട്ടം ക്ഷമിക്കുന്നവരാ? हम हमारे पति पत्नी से कितने बार माफ करते हैं? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എത്ര വട്ടം ക്ഷമിക്കാറുണ്ട്? बच्चों से हम कितने बार माफ करते हैं? കുഞ്ഞുങ്ങളോട് ക്ഷമിക്കാറുണ്ട്. माता पिता से हम कितने बार माफ करते हैं? മാതാപിതാക്കളോട് ക്ഷമിക്കാറുണ്ടോ? चर्च के पास्टर से हम कितने बार माफ करते हैं? സഭയിലെ പാസ്റ്ററോട് ക്ഷമിക്കാറുണ്ടോ? विश्वासियों से पास्टर कितना बार माफ कर पाते हैं? വിശ്വാസികളോട് പാസ്റ്റർ ക്ഷമ കാണിക്കുന്നുണ്ടോ? हालेलुया। यहाँ
पर यीशु कहता है कि जितना भी बार करना है करना ही है, उसमें कोई ऑप्शंस नहीं बचा है। യേശു പറയുകയാണ് എത്ര വട്ടം ക്ഷമ കൊടുക്കേണ്ടി വന്നാലും കൊടുത്തിരിക്കണം, അതിനകത്ത് പിന്നെ മറ്റൊരു വഴിയില്ല. हालेलुया। लेकिन यीशु कुछ घटना के द्वारा इस बातों को स्पष्ट करने का कोशिश करता है। യേശു അവിടെ ഒരു ഉദാഹരണത്തിലൂടെയാണ് ഈ കാര്യം പറയുന്നത്. एक व्यक्ति ने एक अधिकारी से कुछ पैसा उधार लिया था। ഒരു വ്യക്തി യജമാനിൽ നിന്ന് കടം വാങ്ങിച്ചു. बहुत बड़ा एक रकम था, उसे वो वापस देने के लिए कोई उसके पास उपाय नहीं है। അത് വലിയൊരു തുകയായിരുന്നതുകൊണ്ട് മടക്കി കൊടുക്കാൻ അവന് വകയില്ലാതെ वो पूरा कोशिश कर रहा है लेकिन उससे नहीं हो पा रहा। लेकिन अधिकारी समझ गया कि इससे अब नहीं हो पाएगा, सोचकर उसे बुलाता है, अपने परिवार को भी बुलाता है और कहता है कि अब तक तेरा जितना भी कर्जा था मैंने सारे कर्जा माफ कर दिया है। അവിടെ ആ യജമാനന് മനസ്സിലായി ഇവനുമായി കണക്ക് തീർപ്പാൻ കഴിയുകയില്ല, ഇവൻ ഇത് തന്നു തീർക്കുവാൻ കഴിയുകയില്ല എന്നറിഞ്ഞ് അവനെയും കുടുംബക്കാരെയും വിളിച്ചു വരുത്തി അവന്റെ കടം ഇളച്ചു കൊടുത്തു. सच में उस उधार इस प्रकार चुका जाता है कि उसे या उसका परिवार को उस जेल में डालते हैं और जब तक वो पैसा पूरा वसूल ना हो जाए तब तक उन्हें बाहर नहीं छोड़ते हैं। വാസ്തവത്തിൽ അവനെയും അവന്റെ കുടുംബക്കാരെയും അവിടെ കാരാഗൃഹത്തിൽ അടച്ച് അവരെ കൊണ്ട് അടിമവേല ചെയ്യിപ്പിച്ച് അവരുടെ കടം തീരുന്നിടം വരെ അവരെ അങ്ങനെ വെക്കണമെന്നായിരുന്നു നിയമം. वहां के अधिकारी लोग ऐसा करते थे, लेकिन ये अधिकारी उसे बुलाता है, अपने परिवार को भी बुलाता है और कहता है कि अब तू वो पैसा मुझे लौटा कर देने का जरूरत नहीं, क्योंकि तुझसे नहीं हो पाएगा, इसके लिए मैंने तेरा कर्जा माफ कर दिया है। അവിടെ ആ യജമാനന് മനസ്സിലായി ദാസനെ കൊണ്ട് ഇത് തന്നു തീർക്കുവാൻ വീട്ടിൽ തീർക്കുവാൻ കഴിയുന്ന കടമല്ല എന്ന് മനസ്സിലാക്കി അവന്റെ വലിയ കടം യജമാനൻ ഇളച്ചു കൊടുത്തു. ये व्यक्ति उस मालिक के सामने गिर पड़ता है और आंसुओं के साथ धन्यवाद कहता है। सोचकर देखिएगा, यदि 5 लाख रुपए देना है और उसके पास देने का कोई भी अवसर नहीं है, तो वो उसके पैरों में गिरकर आंसुओं के साथ धन्यवाद कहता है कि आपने इतना बड़ा कार्य मेरे लिए करके दिया है। അവൻ ആ യജമാനന്റെ കാൽക്കൽ വീണ വലിയ ഒരു തുക 5 ലക്ഷമാണ്. നമ്മൾ ചിന്തിച്ചാൽ അത്ര വലിയ ഒരു തുക ഇളച്ചു കിട്ടിയതിന് അവന്റെ കാൽക്കൽ വീണ നന്ദി പറഞ്ഞ് അവൻ പോയി. और बड़े खुशी के साथ अपने पत्नी और बच्चों के साथ बड़े आनंद के साथ घर की ओर वो लौट कर जा रहा है। വലിയ സന്തോഷത്തോടെ ഭാര്യയും മക്കളുമായി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ जाते समय इसके हाथ से 100 रुपया कर्जा लिया हुआ एक व्यक्ति को देखा। അവൻ പോകുന്ന വഴിക്ക് അവന്റെ കയ്യിൽ നിന്ന് 100 രൂപ കടം വാങ്ങിച്ച ഒരുവനെ കണ്ടു. उससे कहता है कि कहाँ है मेरा पैसा? അവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി, എവിടെ എന്റെ പൈസ? उसका गला पकड़ता है, मेरा पैसा अभी चाहिए, नहीं तो मैं तुझे नहीं छोड़ने वाला हूँ। അവന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് അവനോട് ചോദിക്കുക, എന്റെ പൈസ ഇപ്പൊ തരണം, അല്ലെങ്കിൽ ഞാൻ വിടത്തില്ല. अरे 5 लाख रुपए माफ किया हुआ व्यक्ति 100 रुपए तो कब का छोड़ना चाहिए? 5 ലക്ഷത്തിന് ഇളച്ചു കിട്ടിയവന് അവൻ 100 രൂപ വിട്ടുകളയണ്ടേ? आपको समझ में आ रहा है? നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നു? हालेलुया, प्रेज द लॉर्ड। वहां पर सबसे ज्यादा माफ ये व्यक्ति करना था, लेकिन उसके बदले वो इसका गला पकड़ रहा है, मुझे मेरा 100 रुपए अभी चाहिए करके बोलता है। तुरंत वो अधिकारी के कान में ये खबर पहुंचता है और उसे और उसके परिवार को पकड़कर उसे शिक्षा देने के लिए उसे छोड़ देता है। ഇത്ര വലിയൊരു കടം ഇളച്ചു കിട്ടിയവൻ അവനോട് കടംപ്പെട്ടിരിക്കുന്നവനോട് ക്ഷമിക്കണമായിരുന്നു. എന്നാൽ അവൻ അങ്ങനെ ചെയ്യാതെ അവനെ പിടിച്ച് കഴുത്തിനേരിച്ച് അവനെ പീഡിപ്പിക്കുവാൻ ശ്രമിച്ചപ്പോൾ ആദ്യത്തെ യജമാനൻ അറിഞ്ഞ് അവനെ പിടിച്ച് അവനെ ശിക്ഷിപ്പാനിടയായി. हालेलुया, करुणा दिखाना केवल प्रेस लॉर्ड माफ कर दिया बोलने से नहीं होगा, बल्कि उसे पूर्ण तौर से फॉरगिव करना भी बहुत जरूरी है। കരുണ ചെയ്യുക എന്ന് പറയുന്നത് വെറുതെ കേവലം വാക്കിലുള്ള ഒരു കരുണ കാണിക്കലല്ല. ആമേൻ. ക്ഷമിക്കുവാനുള്ളവനോട് ക്ഷമിക്കുന്നതും കടം വിളച്ചു കൊടുക്കുന്നതുമാണ് കരുണ. और जो हमने पाया है वही दया दूसरों की ओर भी दिखाना बहुत जरूरी है। നമ്മൾ അനുഭവിച്ച കരുണ നമ്മളോട് തോന്നിയതുപോലെ നമ്മൾക്ക് അവരോടും हम തോന്നേണ്ടിയിരിക്കുന്നു. कहते हैं कि हमने माफ कर दिया है, लेकिन 20 साल के बाद भी यदि किसी ने वो बात कहा तो तुरंत वो हमारे अंदर उबलना शुरू हो जाता है। സകലതും ക്ഷമിച്ചെന്നും ഇളച്ചു കൊടുത്തെന്നും പറഞ്ഞ നമ്മൾ 20 വർഷം കഴിഞ്ഞാലും അവരത് ഓർമ്മിപ്പിക്കുമ്പോഴേക്ക് നമ്മുടെ ഉള്ളിൽ കിടന്ന് തിളയ്ക്കും. हालेलुया, फिर हमने क्या माफ किया है? പിന്നെ എന്താ ക്ഷമിച്ചത്? प्रेज़ लॉर्ड, काफी चर्चेस में हम देखते हैं 20 साल पहले तुमने मेरे से ऐसा बोला था, 30 साल पहले तुमने ऐसा किया था, अरे आपने अभी तक माफ नहीं किया है, आप स्वर्ग में कभी नहीं जाने वाले हैं।
പല സഭകളിലും നമ്മൾ ഇത് തന്നെയാ കാണുന്നത്. 10, 20, 30 വർഷം മുമ്പ് അവൻ എന്നോട് ഇത് ചെയ്തു അത് ചെയ്തു പറയുന്നത്. അവൻ ക്ഷമിക്കാൻ കഴിയാത്ത നീ ഒരിക്കലും സ്വർഗത്തിൽ പോകുമെന്ന് ചിന്തിക്കുകയേ വേണ്ട. हालेलुया। लूका के सुसमाचार उसके 10वें अध्याय उसके 36 और 37 जब हम पढ़ते हैं वहां पर एक गुड समरिटन के बारे में हम देखते हैं। ലൂക്കോസ് വിശേഷം 10-ാം അധ്യായം 36, 37 വാക്യങ്ങളിൽ നല്ല ശമരിയക്കാരന്റെ കഥ നമ്മൾ കാണുന്നുണ്ട്. वहां से एक लेवी होकर गया, वहां से एक याजक होकर गया, लेकिन उन्होंने जो दया नहीं दिखाया, ये व्यक्ति जो एक शमरी व्यक्ति है वो इस व्यक्ति की ओर दया दिखा रहा है। അതുവഴി കടന്നുപോയ ലേവി പുരോഹിതനോ അല്ലെങ്കിൽ പുരോഹിതനോ ലേവ്യനോ ഒന്നും തന്നോട് കരുണ കാണിക്കാതിരുന്ന സാഹചര്യത്തിൽ ഒരു ശമര്യക്കാരനാണ് ആ വ്യക്തിയോട് കരുണ തോന്നിയത്. हालेलुया। यदि मुझे वो व्यक्ति से कोई फायदा है तो हम माफ करते हैं, यदि कोई फायदा नहीं मिल रहा है तो हमें उसे व्यक्ति को माफ करना बड़ा मुश्किल पड़ जाता है। നമുക്ക് എന്തെങ്കിലും ഒരു അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകുമെന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ പെട്ടെന്ന് ക്ഷമിക്കുന്നവരാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കരുണ ചെയ്യുന്നവരാണ്. അല്ലെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ തിരിഞ്ഞു നോക്കാറില്ല. हालेलुया। परमेश्वर कहता है ऐसा स्वभाव नहीं, बल्कि दया पूर्ण तौर से दिखाने वाला, जो 7 नहीं 70 बार भी दया दिखाने वाला, करुणा दिखाने वाला, क्षमा करने वाला व्यक्ति बनने के लिए यीशु इस बातों को सिखा रहा है। എന്നാൽ യേശുവിന്റെ ഉപദേശപ്രകാരം നമ്മൾ അങ്ങനെ ആകരുത്. അവൻ 7 വട്ടമല്ല 70 വട്ടമല്ല, എത്ര വട്ടം അവൻ ക്ഷമിക്കേണ്ടി വന്നാലും കരുണ കാണിക്കേണ്ടി വന്നാലും നമ്മൾ അത് ചെയ്യണം. 8वीं आयत को हम पढ़ेंगे, 8वीं आयत को मत्ती के सुसमाचार 5वें अध्याय उसके 8वें आयत को हम पढ़ेंगे। മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. हालेलुया। जो मन का शुद्ध है वे परमेश्वर को देखेंगे करके वहां पर बताया गया है। ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. तो परमेश्वर को देखना है तो मन में शुद्ध होना बहुत जरूरी है। ദൈവത്തെ കാണണമെങ്കിൽ ഹൃദയത്തിന് ശുദ്ധി ഉണ്ടാകണം. हालेलुया। हम कहते हैं कि 100% प्योर करके हम कहते हैं। 100% ശുദ്ധി ഉള്ളത് എന്ന് നമ്മൾ പറയാറുണ്ട്. गर्मी का सीजन है, नॉर्थ इंडिया में बहुत नए नए चीजें जूस के नाम में आ रहा है। ഈ ചൂട് കാലത്ത് ഉത്തര ഭാരതത്തിലെ ജ്യൂസിന്റെ പേരിൽ ഒരുപാട് കാര്യങ്ങൾ ഇറങ്ങുന്നുണ്ട്. उसमें लिखा है कि 100% ऑरेंज जूस करके लिखा है, 100% ഓറഞ്ച് ജ്യൂസ്, 100% मैंगो जूस करके लिखा है, 100% മാംഗോ ജ്യൂസ് എന്ന് എഴുതിയിട്ടുണ്ട്. लेकिन उसमें 100 के नाम में एक भी परसेंटेज उसमें ऑरेंज देखा भी नहीं है। എന്നാൽ 100 പോയിട്ട് 1% പോലും അതിനകത്ത് ഓറഞ്ചോ മാങ്ങയോ ഇല്ല. हालेलुया। आजकल का बड़ा बड़ा कंपनी में लिखा है कि 100% नेचुरल, लेकिन उसमें 1% भी नेचुरल चीज उसमें रखा नहीं है। പല കമ്പനി പ്രൊഡക്റ്റുകളിലും 100% എന്ന് എഴുതിയിട്ട് അതിനകത്ത് ഒന്നും കാണാറില്ല. शुद्ध घी करके कहते हैं, लेकिन नॉर्थ इंडिया में लेकर आएगा तो पता चलेगा कि कितना शुद्ध वो है करके। ശുദ്ധമായ നെയ്യ് എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിച്ചുകൊണ്ടുവരും, എന്നാൽ ഇവിടെ കൊണ്ടുവരുമ്പോൾ അതിനകത്ത് ശുദ്ധിയും ഒന്നും കാണത്തില്ല. घी ठंड के मौसम में कड़क होता है, लेकिन यहाँ पर आएगा तो पानी जैसा बहेगा, कितना शुद्ध है करके उसमें हमें पता चल जाता है। ശരിക്കുള്ള നെയ്യും എണ്ണയും ഒക്കെ തണുപ്പ് കാലത്ത് കട്ടിയാകണം, പക്ഷെ ഇവിടുത്തേത് വെള്ളം പോലെ ഒഴുകും. काफी बार हमारा हृदय भी ऐसा है, हम कहते हैं कि हम शुद्ध हो गए हैं, हालेलुया, और जब प्रभु भोज के सेवकाई में आते हैं हम इतना रोते हैं, इतना इमोशनली हमारे आवाजें उठते हैं, लेकिन प्रेज़ लॉर्ड 100% की जगह पे 1% भी शुद्धता दिखना बड़ा मुश्किल हो जाता है। നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധീകരണവും പലപ്പോഴും ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. നമ്മൾ 100% ശുദ്ധിയാണെന്ന് പറയുന്നു, കർത്തൃമേശയൊക്കെ എടുക്കുമ്പോൾ വളരെ ഉച്ചത്തിൽ കരഞ്ഞും ബഹളം വെക്കുന്നു, പക്ഷേ ഹൃദയത്തിനകത്ത് യാതൊരു ശുദ്ധീകരണവും നടക്കുന്നില്ല. वास्तव में हमारे हृदय को शुद्ध करने के लिए यीशु ने अपने लहू बहाया, उसके लहू के द्वारा हमारे सारे पाप और अधर्मों को शुद्ध करने के लिए, एक नया हृदय देने के लिए उसका लहू हमारे लिए बहाया है। കർത്താവ് തന്റെ രക്തം ഒഴുക്കി തന്നത് നമ്മുടെ ഹൃദയത്തിന് ശുദ്ധീകരണം വരുവാൻ, നാം ശുദ്ധി പ്രാപിക്കുവാനാണ് കർത്താവ് രക്തം ചിന്തിയത്. It is to clean all our impurities, हर एक अशुद्धता
पवित्रता की बातें धोने के लिए, एक नया हृदय देने के लिए उसने हमारे लिए लहू बहाया है। നമ്മുടെ ഹൃദയത്തിന് ഒരു ശുദ്ധീകരണം വരുവാനാണ് കർത്താവ് നമുക്ക് വേണ്ടി രക്തം लेकिन संसार के बातें हमारे मन को मैनिपुलेट किया जा रहा है और कहता है कि स्वर्ग राज्य के बारे में नहीं, यहां पर कुछ अचीव करने के लिए हमारा प्रार्थना डाइवर्ट हो जाते हैं। എന്നാൽ ഈ ലോകത്തിലെ ചില നേട്ടങ്ങൾക്ക് വേണ്ടിയായി നമ്മുടെ പ്രാർത്ഥനകളെല്ലാം മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നു। हालेलुया। वास्तव में हमारे हृदय का शुद्धिकरण के लिए हम में से कितने लोग प्रार्थना करते हैं? നമ്മുടെ ഹൃദയത്തിന് ഒരു ശുദ്ധീകരണം വരാൻ നമ്മളിൽ എത്ര പേർ പ്രാർത്ഥിക്കുന്നവരാണ്? गल्फ जाने के लिए, यूके जाने के लिए, कनाडा जाने के लिए हम सब प्रार्थना करते हैं, उपवास भी बैठते हैं, उसके लिए परमेश्वर के दासों को दूर दूर जगह से भी लेकर आते हैं। लेकिन हृदय के अंदर का शुद्धिकरण के लिए हम कितना दाम चुकाते हैं? വിദേശ രാജ്യങ്ങളിലേക്കുള്ള യാത്ര ലഭിക്കേണ്ടതിന് നമ്മൾ ഉപവസിക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, മറ്റുള്ളവരെ വിളിച്ചു പ്രാർത്ഥിപ്പിക്കുന്നവരാണ്. എന്നാൽ ദൈവരാജ്യത്തിൽ പോകുവാൻ അല്ലെങ്കിൽ ഹൃദയ ശുദ്ധീകരണം പ്രാപിക്കുവാൻ നമ്മൾ എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്? हालेलुया। पिछले दिन एक व्यक्ति से मेरा बात हो रहा था, तो उन्होंने कहा कि पास्टर कोई बात नहीं, हम फ्लाइट टिकट भी दे देंगे, केरला से आने दो, भविष्यवाणी करने दो, बेटी को गल्फ जाने का विषय है ये। മകൾക്ക് വിദേശത്ത് പോകാനുള്ള വിഷയത്തിന് ഒരു വ്യക്തി എന്നോട് പറയുകയാണ്, ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്തായാലും വരട്ടെ പാസ്റ്ററെ, നാട്ടിൽ നിന്ന് പ്രവാചകൻ വരട്ടെ, എന്റെ മകൾക്ക് പോകാനാണ്। हालेलुया। लेकिन वो बेटी बचाए जाने के लिए, हृदय के अंदर का शुद्धिकरण होने के लिए 1 रुपया तक खर्चा नहीं करेगा। ആ മകളുടെ ഹൃദയ ശുദ്ധി വരുവാൻ, ജീവിതം നന്നാകുവാൻ 1 രൂപ പോലും മുടക്കത്തില്ല। अरे बेटी, अपने घुटनों में बैठो, प्रार्थना करो, बोलने के लिए माता पिता के पास समय नहीं है। ആ മോളോട് മുട്ടലിരുന്ന് പ്രാർത്ഥിക്കാൻ പറയാൻ സമയമില്ല। आपको समझ में आ रहा है? हमारे मन को मैनिपुलेट किया जा रहा है। स्वर्ग राज्य के बारे का सोच छोड़कर इस संसार की बातों में हमारे हृदय को भटकाया जा रहा है। നമ്മുടെ മനസ്സുകളെ മാറ്റിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്। ഈ ലോകത്തിന്റെ ചിന്തകൾ നിറഞ്ഞിട്ട് ദൈവരാജ്യത്തെ കുറിച്ചുള്ള ചിന്തകൾ നമ്മളിൽ നിന്ന് മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്। और यदि कोई बीमारी आ गया तो पूछेगा, पास्टर ऐसा बीमारी क्यों हो रहा है, हमारे जिंदगी में क्यों हो रहा है? अरे आप परमेश्वर से पूछो, परमेश्वर को कुछ तो उद्देश्य है आपके बारे में, ताकि आप नष्ट ना हो जाए। ജീവിതത്തിൽ എന്തെങ്കിലും ഒരു രോഗം വന്നാൽ ഉടനെ പാസ്റ്ററോട് ചോദിക്കും, പാസ്റ്റർ എനിക്ക് മാത്രം ഇങ്ങനെ എന്താ ഒരു രോഗം? അങ്ങനെ വരുമ്പോൾ ദൈവത്തോട് ചോദിക്കണം, ദൈവമേ എനിക്ക് ഈ അസുഖം വന്നത് എന്താ? ദൈവത്തിന് ഇതിന് പുറകിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശം കാണും। बहुत कुछ उदाहरण है, लेकिन लाइव में है, रिकॉर्डिंग में है, इसलिए उदाहरण मैं बोल नहीं पा रहा हूं। ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ കഴിയും, പക്ഷേ അത് റെക്കോർഡിംഗ് ആകുന്നത് കൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല। हालेलुया। एक चर्च के पास्टर होने के नाते बहुत कुछ हम देखना पड़ता है। ഒരു സഭാ ശുശ്രൂഷകൻ എന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയും। काफी बार लगता है कि परमेश्वर हम क्यों इसके लिए इतना दाम चुका रहे, कुछ और हम कर सकते थे ताकि और भी अनेक लोग यीशु को जान पाते थे। ഇത് ഇത്രയ്ക്കും വില മുടക്കി നിൽക്കേണ്ട വരുന്നത് എന്തുകൊണ്ടാണ് കർത്താവ് എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്। लेकिन सारे बातों के पीछे परमेश्वर का एक योजना है। എന്നാൽ എല്ലാത്തിനും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്। हालेलुया। परमेश्वर के राज्य के लिए तैयार करने के लिए परमेश्वर हमसे चाहते हैं। ദൈവരാജ്യത്തിന് വേണ്ടി നാം ഒരുക്കപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു। हमारा हृदय शुद्ध होना बहुत जरूरी है। നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടണം। एक बार एक एथियस्ट ऐसा कहता है कि परमेश्वर है ही नहीं। ഒരു നിരീശ്വരവാദി ഒരിക്കൽ പറഞ്ഞു, ദൈവമില്ല। वो एक बड़ा दीवार में बड़े अक्षर में लिखता है, गॉड इज नोवेयर करके वो वहां पर लिखता है। താൻ ഒരു വലിയ ഭിത്തിയിൽ ഇങ്ങനെ എഴുതി വെക്കുവാനിടയായി, ദൈവമില്ല। हालेलुया। उसने सोचा कि वो जैसा लिखा वैसा ही होने वाला है। താൻ ചിന്തിച്ചു താൻ എഴുതി വെച്ചതുപോലെ അങ്ങ് നടക്കും। लेकिन एक छोटा सा बालक वहां से चल के जा रहा था। ഒരു കൊച്ചു പയ്യൻ അതുവഴി പോയി। वो सीख रहा था पढ़ने के लिए, अक्षरों को जोड़ जोड़ कर पढ़ने के लिए वो सीख रहा था। അവൻ വായിക്കാൻ പഠിക്കുന്ന കാലമായിരുന്നു। हालेलुया। और वो इस बात को पढ़ता है, गॉड इज नाउ हियर करके वो पढ़ता है। എന്നാൽ അവൻ വായിച്ചു വന്നപ്പോൾ അവൻ ഇങ്ങനെയാ വായിച്ചത്, ദൈവം ഇപ്പോൾ ഇവിടെ ഉണ്ട്। हालेलुया। एथियस्ट ने लिखा कि गॉड इज नोवेयर, लेकिन यहाँ पर ये बालक पढ़ता है, गॉड इज नाउ हियर, यहाँ पर वो उपस्थित है करके वो पढ़ रहा है। ആ ഇംഗ്ലീഷ് ഭാഷയിൽ ആ നിരീശ്വരവാദി എഴുതിയിരുന്നത് ദൈവം ഇല്ല എന്നാണ്. പക്ഷെ ആ കൊച്ചു വായിച്ചത്
ദൈവം ഇപ്പോൾ ഇവിടെ എന്നാണ്. हमारा इंटरेस्ट कहां पर है, किस प्रकार का है, उसके अनुसार हम सारे बातों को देखना शुरू करते हैं. നമ്മുടെ താല്പര്യം എങ്ങനെയാണ് ഹൃദയത്തിനകത്ത് നിറഞ്ഞിരിക്കുന്നത്, അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങളെ കാണുന്നത്. एक बर्ड वॉचर जब भी एक बर्ड को देखता है, हालेलुया, उसके बारे में बहुत ही गुण को वो ढूंढना शुरू करता है. ഒരു പക്ഷിയെ നിരീക്ഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ താൻ കാണുന്ന പക്ഷികളുടെ എല്ലാം ഗുണങ്ങൾ താൻ കണ്ടുപിടിക്കും. एक बार एक पास्टर, हालेलुया, जो बर्ड्स को वॉच करने के लिए, उसका फोटोग्राफ्स लेने के लिए एक जंगल के बीच में परमेश्वर की सेवकाई करने वाले एक परमेश्वर की दास, एक मिशनरी परिवार थे, वहां पर भी विजिटिंग के लिए गए. ഒരിക്കൽ ഒരു പാസ്റ്റർ തനിക്ക് പക്ഷികളെ നിരീക്ഷിക്കുന്നത് ഒരുപാട് ഇഷ്ടമായിരുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് താൻ കുടുംബമായി പോയി. और वहां पर गया, और वहां का पास्टर वहां पर नहीं था. वहां का पास्टर एंडी ने कहा कि अब थोड़ा समय बैठिएगा, पास्टर अभी आ रहा होगा, इसके लिए 10 मिनट वहां पर बैठने के लिए कहता है. അവര് വിസിറ്റ് ചെയ്ത ഒരു ഭവനത്തില് ആ പാസ്റ്റർ അവിടെ ഇല്ലായിരുന്നു. തന്റെ ഭാര്യ പറഞ്ഞു, ഇപ്പോൾ തന്നെ പാസ്റ്റർ വരും, നിങ്ങൾ ഇവിടെ അല്പസമയം ഇരിക്കുക, വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. वे अंदर गया चाय बनाने के लिए, तब तक ये पास्टर वहां पर बाहर थोड़ा सा घूमना शुरू किया. 10 मिनट के बाद में जो वापस आया, तो ये घर में जो पास्टर एंडी रहते थे, उन्होंने कहा कि आप यहाँ पर क्यों आए, यहाँ पर तो एक कौवा तक नहीं दिखता है, हालेलुया, और आप यहाँ पर क्या ढूंढने के लिए आए हैं. ആ ദേവദാസൻ വെളിയിലേക്ക് പോയി ഈ സഹോദരി ചായ ഇടുന്ന സമയം കൊണ്ട് വെളിയിലൊക്കെ നടന്ന് തിരിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞ് വന്നപ്പോൾ ഈ സഹോദരി പറഞ്ഞു, പാസ്റ്റർ ഇവിടെ എന്തിനാ വന്നത്, ഇവിടെയാണെങ്കിൽ ഒരു കാക്കയെ പോലും കാണാറില്ല, ഇവിടെ അങ്ങനെ പക്ഷികളൊന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞു. लेकिन ये पास्टर ने कहा कि पिछले 10 मिनट के अंदर 4 ऐसा स्पीशीज मैंने देखा, ऐसा वैरायटी पक्षियों को मैंने देखा जो मैं काफी सालों से ढूंढ रहा था, मैंने 10 मिनट में देखा है करके उन्होंने कहा. എന്നാൽ ആ പാസ്റ്റർ പറഞ്ഞു, ഞാൻ ഈ കഴിഞ്ഞ 10 മിനിറ്റ് കൊണ്ട് വളരെ വ്യത്യസ്തമായി ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന 4 പക്ഷികളെ ഞാൻ കാണുവാനിടയായി തീർന്നെന്ന് പറഞ്ഞു. हालेलुया. ये पास्टर एंडी के लिए कौवा ही सबसे बड़ा पक्षी है. ആ പാസ്റ്റർ ആന്റിക്ക് കാക്കയാണ് ഏറ്റവും വലിയ പക്ഷി. लेकिन ये पक्षियों के बारे में सीखने वाला, जानने वाला व्यक्ति के आंखों में हर एक नया पक्षी बहुत ही ध्यान से वो देखता है, उसका पूरा खूबसूरती का मजा उठाता है. എന്നാൽ ആ പക്ഷിയെ കുറിച്ച് പഠിക്കുന്ന ആ വ്യക്തിയുടെ കണ്ണിൽ ഓരോ വ്യത്യസ്തമായ ഇനങ്ങളും അത് വളരെ വിശേഷതയുള്ളതായി താൻ അതിനെ കാണുന്നുണ്ട്. हम जहाँ पर रहते हैं, हमारे चारों ओर पक्षियां बहुत है, लेकिन हमें तो केवल कौवा और कबूतर ही पता है, उससे ज्यादा कोई ज्ञान हमें नहीं है. നമ്മൾ താമസിക്കുന്ന ഇടങ്ങളിലും അനേക ഇനത്തിലുള്ള പക്ഷികളുണ്ട്. പക്ഷെ നമുക്ക് കാക്കയെയും പ്രാവിനെയും മാത്രമേ അറിയത്തുള്ളൂ. നമുക്ക് അതിനപ്പുറത്ത് മറ്റൊരു ചിന്തയില്ല. हमारा इंटरेस्ट क्या है, वहां पर हमारा ध्यान ज्यादा जाता है. നമുക്ക് ഏതിനോടാ താല്പര്യം, അതിലേക്കാണ് നമ്മുടെ ശ്രദ്ധ. यदि स्वर्ग राज्य के बारे में हमारा इंटरेस्ट ज्यादा है, तो उसके बारे में हम जानने के लिए, सीखने के लिए, वो हमारा स्वभाव बनने के लिए हम तैयार होने शुरू करते हैं. ദൈവരാജ്യമാണ് നമുക്ക് താല്പര്യമുള്ള വിഷയമെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മുടെ ഒരുക്കങ്ങളും താല്പര്യങ്ങളും എല്ലാം ദൈവരാജ്യത്തെ കുറിച്ച് ഉള്ളതായിരിക്കും. लेकिन संसार की बातों में हमारा ध्यान ज्यादा है, आग्रह ज्यादा है, तो उसके लिए हम मेहनत और प्रयास करते हैं. लेकिन यहाँ का सब कुछ हम एक्वायर करने के बाद में स्वर्ग राज्य यदि हमें नष्ट हो गया, तो क्या फायदा है. इस दौड़ से हम ध्यान देना बहुत जरूरी है. എന്നാൽ ലോകപരമായ വിഷയങ്ങളിലാണ് നമ്മുടെ താല്പര്യമായി പോകുന്നതെങ്കിൽ ദൈവരാജ്യം നമ്മൾക്ക് നഷ്ടമാകും. ഇവിടെ നാം ഓടിയതും അധ്വാനിച്ചതും വെറുതെയായി പോകും. हालेलुया. यहाँ पर लिखा है, ब्लेस्ड आर द प्योर इन हार्ट, फॉर दे विल सी गॉड. यदि परमेश्वर को देखना है, तो हमारा हृदय शुद्ध होना जरूरी है. നാം വായിച്ചത് ദൈവത്തെ കാണണമെങ്കിൽ ഹൃദയത്തിന് ശുദ്ധി ഉണ്ടാകണമെന്നാണ്. हालेलुया. वो ऐसा ही नहीं होगा, हमारे हृदय के अंदर का आग्रह वो होना बहुत जरूरी है. അത് തന്നെ ആയിരിക്കട്ടെ നമ്മുടെ ഹൃദയത്തിന്റെ വാഞ്ച. हालेलुया. और बहुत कुछ बातें वहां पर बताने के लिए, समय की कमी के कारण जल्दी से अगला एक शब्द भी हम देखेंगे. हालेलुया. उसके 9वें आयत में लिखा है, ब्लेस्ड आर द पीसमेकर्स, for they will be called the children of God करके यहाँ पर बताया गया है. 9ാമത്തെ വാക്യത്തിൽ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുമെന്ന് കാണുന്നു. सबसे मुश्किल और कठिन वाला विषय है ये 9वें आयत. ഏറ്റവും പ്രയാസകരമായ ഒരു കാര്യമാണ് 9ാമത്തെ വാക്യം. शांति बनाने वाला मिलना बड़ा मुश्किल है. സമാധാനം ഉണ്ടാക്കുന്നവരെ കണ്ടുകിട്ടാൻ പ്രയാസം. शांति खत्म करने वाला बहुत कुछ हमें मिलेगा. സമാധാനം ഇല്ലാതാക്കുന്നവരെ നമുക്ക് ഒത്തിരി കിട്ടും. वो कॉमन
महान है, लेकिन परमेश्वर कहता है कि शांति बनाने वालों के बारे में ही इज ब्लेस्ड करके उसके बारे में कहता है. അങ്ങനെയുള്ളവർ വലിയ കോമൺ ആയിട്ട് നമുക്ക് സാധാരണമായി ലഭിക്കും. എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവരെ കിട്ടാൻ പ്രയാസം. For they shall be called the children of God. परमेश्वर का संतान है करके कहलाए जाना है, तो हम शांति बनाने वाला बनना है. ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടണമെങ്കിൽ നമ്മൾ സമാധാനം ഉണ്ടാക്കണം. शांति ऐसे ही नहीं होता है, हम बनाना पड़ता है. സമാധാനം വെറുതെ ഉണ്ടാകത്തില്ല, നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. कुछ लोग कहता है कि एक ही हाथ से ताली नहीं बजता है. सच है, अरे हमारा भी सहयोग होना बहुत जरूरी है ताकि उस ताली में आवाज आ जाए. എല്ലാവരും എപ്പോഴും പറയുന്നതാണ് ഒറ്റ കൈയും കൊണ്ട് ശബ്ദം ഉണ്ടാകത്തില്ല എന്ന്. ആമേൻ. എന്നാൽ രണ്ട് കൈയും കൂടെ താളത്തിൽ പോയെങ്കിലേ ആ കാര്യങ്ങളൊന്ന് ക്രമീകരിക്കപ്പെടത്തുള്ളൂ. मैं और आप यदि सोचा तो जरूर शांति बना सकता है. നമ്മൾ എല്ലാവരും കൂടെ ചിന്തിച്ചെങ്കിലേ സമാധാനം ഉണ്ടാകത്തുള്ളൂ. और परमेश्वर चाहते हैं कि we become the peacemakers. हालेलुया. तो ही हम उसके संतान कहलाए जा सकते हैं. നമ്മൾ സമാധാനം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ മക്കളാകാൻ കഴിയൂ. फिलिपियों के पत्री उसके 4वें अध्याय 9वें आयत में गॉड ऑफ पीस करके वहां पर लिखा है. परमेश्वर के बारे में वो शांति का परमेश्वर है करके हम वहां पर पढ़ते हैं. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ എന്നാൽ സമാധാനത്തിന്റെ ദൈവം എന്ന ദൈവത്തെ കുറിച്ച് പറയുന്നു. हमारा परमेश्वर का कैरेक्टर ही वो है कि वो शांति बनाने वाला परमेश्वर है. നമ്മുടെ ദൈവം സമാധാനത്തിന്റെ ദൈവമാണ്. और रोमियों के पत्री उसके 5वें अध्याय उसके पहले आयत को भी हम देखेंगे. റോമ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. 5वें अध्याय पहले आयत. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. हालेलुया. मसीह यीशु के द्वारा हमें शांति मिला है करके वहां पर कहा है. യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം ലഭിച്ചു. और उसी अध्याय के 10वें आयत को पढ़ेंगे. 5वें अध्याय के 10वें आयत को भी हम पढ़ेंगे. 10-ാം വാക്യം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. हमारा परमेश्वर खुद उसका इनिशिएटिव लेता है ताकि हम उसका शांति अनुभव करें. അവന്റെ സമാധാനം അനുഭവിക്കുവാൻ അവൻ ഒരു തുടക്കമിട്ടത് ദൈവം തന്നെയാണ്. हालेलुया. हम उसके लिए योग्य नहीं थे, हम नालायक थे, लेकिन यीशु वहां पर उस इनिशिएटिव ले रहे हैं कि हालेलुया हम में वो शांति का हम अनुभव कर पाए. ആ സമാധാനം അനുഭവിക്കുവാൻ ഒരു പ്രാഗൽഭ്യവും ഉള്ളവരായിരുന്നില്ല നമ്മൾ. എന്നാൽ ദൈവം ആമേൻ അതിനു വേണ്ടുന്നതെല്ലാം ചെയ്തു തരുവാനിടയായി. हालेलुया. प्रेस और शांति बनाने के लिए परमेश्वर ने हमें बुलाया है. സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കാൻ ദൈവം നമ്മെ വിളിച്ചു. यदि हम नहीं बना पा रहे हैं तो वहां पर हम नहीं जा सकते हैं. അത് ചെയ്യുവാൻ കഴിയുന്നില്ല എങ്കിൽ അവിടെ പോകാൻ കഴിയത്തില്ല. हालेलुया. आपको समझ में आ रहा है? हालेलुया. प्रेज लॉर्ड. हालेलुया. 3 बातें हमने यहाँ पर देखा है. प्रेज लॉर्ड. सबसे पहला 7वें आयत में बी मर्सीफुल, दया दिखाने वाला बनना है. यदि दया नहीं दिखा पाएगा तो स्वर्ग में नहीं जा पाएगा. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. और फिर 8वें आयत में हमने देखा ब्लेस्ड आर द प्योर इन हार्ट, हृदय में जो शुद्ध है, हालेलुया, वे ही हालेलुया प्रेज लॉर्ड दे विल सी गॉड, वे ही परमेश्वर को देख पाएंगे. ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. तो परमेश्वर को देखना है तो हृदय को शुद्ध करना जरूरी है. ദൈവത്തെ കാണണമെന്നുണ്ടെങ്കിൽ ഹൃദയം यदि ശുദ്ധീകരിക്കപ്പെടട്ടെ. नहीं देख पा रहा है तो एक ही बात है, शुद्ध कर लो, देख पाएंगे आप. ദൈവത്തെ കാണാൻ കഴിയുന്നില്ല എങ്കിൽ ശുദ്ധി പ്രാപിച്ചാൽ ദൈവത്തെ കാണാൻ കഴിയും. 9वें आयत में हमने देखा कि ब्लेस्ड आर द पीसमेकर्स, जो शांति बनाते हैं वे परमेश्वर के संतान कहलाए जाएंगे. സമാധാനം ഉണ്ടാക്കുന്നവരായാൽ നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. मेरा परमेश्वर मेरा पप्पा है करके बोलना बड़ा आसान है, लेकिन पप्पा बनना है तो हम शांति बनाने वाले बनना है, तो ही हम उसके संतान बन पाएंगे. നമ്മൾ ദൈവത്തെ പിതാവെന്ന് വിളിക്കാൻ വെറുതെ വിളിക്കാൻ വളരെ എളുപ്പമാ. പക്ഷേ ദൈവത്തിന്റെ മക്കളായി തീരണമെങ്കിൽ സമാധാനം ഉണ്ടാക്കുന്നവരായെങ്കിലേ അവന്റെ മക്കളാകാൻ കഴിയും. ये मैंने केवल 3 बातें ही कहा है, शुरुआती है, और भी बहुत सारे स्वभाव हमारे अंदर होना जरूरी है. കേവലം 3 കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഇനിയും അനേക കാര്യങ്ങളിൽ മാറ്റം വരുവാനുണ്ട്. उस अध्याय के 3रे आयत से लेकर एक हमारे अंदर होने वाला गुण के बारे में किस प्रकार वो बदलावट होना है सब कुछ बताया गया है. हम शांति से उस बातों को पढ़े तो हमारे अंदर वो वचन का परिवर्तन, ट्रांसफॉर्मेशन हो सकता है. 3-ാം വചനം മുതൽ അനേക കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ജീവിതത്തിൽ സ്വഭാവ രൂപാന്തരം കൊണ്ടുവരേണ്ടതാണ്.
ഓരോന്നോരോന്നായി ശ്രദ്ധയോടെ വായിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുമാറാകട്ടെ. यदि नहीं हुआ तो इस संसार में हमने बहुत कुछ अचीव किया होगा, सब कुछ यहाँ पर ही खत्म हो जाएगा. ഇനി ഈ സ്വഭാവ രൂപാന്തരം ഒന്നും നമ്മിൽ വന്നില്ല എങ്കിൽ ഈ ഭൂമിയിൽ നമ്മൾ എന്തെല്ലാം നേടിയാലും അതെല്ലാം വ്യർത്ഥമാണ്. क्योंकि शुरुआत में जिस प्रकार कहा कि स्पेस में जाने के लिए किस प्रकार ट्रेनिंग लेना है, वैसा स्वर्ग राज्य में जाने के लिए वहां का रूल्स एंड रेगुलेशंस, लॉ एंड पॉलिसी इतना ही है कि इस प्रकार हमारे शरीर में हमारे स्वभाव होना है तो ही हम स्वर्ग राज्य जा सकते हैं. ബഹിരാകാശത്ത് പോകുവാൻ തയ്യാറെടുക്കുന്നവർ അങ്ങനെയുള്ള എല്ലാം അവരുടെ പരിശീലനങ്ങളെല്ലാം പൂർത്തീകരിച്ചെങ്കിലേ അവർക്ക് ബഹിരാകാശത്ത് പോകുവാൻ കഴിയത്തുള്ളൂ. എന്നതുപോലെ തന്നെ സ്വർഗരാജ്യം അവകാശമാക്കണമെങ്കിൽ ചില സ്വഭാവ രൂപാന്തരങ്ങൾ വന്നെങ്കിലേ അങ്ങോട്ട് പോകാൻ കഴിയത്തുള്ളൂ. हालेलुया. इस वचनों के द्वारा परमेश्वर हम सबको अनुग्रह और आशीषों से भरने पाए. हालेलुया. इस वचनों के अनुसार हमारे जिंदगी को हम एक एक पल तैयार करने पाए. उसके आगमन बहुत ही निकट है. उस आगमन के लिए हम तैयार होने पाए. ऐसे अवसर दिए परमेश्वर के आदरणीय दासों को हृदय की गहराई से धन्यवाद देते हैं. परमेश्वर सबको अनुग्रह और आशीष से भरने पाए. गॉड ब्लेस यू ऑल. आमेन.